അര കിലോമീറ്റർ ദൂരത്തിലുള്ള മണലെടുക്കാനാണ് അനുമതി കൊടുത്തത്. പക്ഷേ ഇത് വേണ്ട 1 കിലോമീറ്റർ മുകളിൽ മണലെടുക്കുന്നതായിട്ടാണ് നമുക്ക് അറിവ് ലഭിച്ചത്. ഇതിൻ്റെ പിന്നിൽ വൻ ലോബിയാണ്. കുറ്റം അവിടെ നിലനിൽക്കുകയും മണൽ ഊറ്റിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഒരു പ്രളയം ഉണ്ടായാൽ ഈ ആറിൻ്റെ ദിശ തന്നെ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം വേണ്ട 50 ലോഡിന് മുകളിൽ മണൽ ഈ മണവിലയാറ്റിൽ നിന്ന് ഊറ്റിക്കൊണ്ട് പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമസ്കാരം. തിരുവല്ല കുറ്റൂരിൽ മണിമലയാറ്റിലെ മണൽ പുറ്റ് നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ നടക്കുന്നത് വമ്പൻ മണൽ കൊള്ള. MC റോഡിൽ കുറ്റൂർ തോണ്ടറ പാലത്തിന് സമീപം നദിയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപിന് സമാനമായ മണൽ പുറ്റ് നീക്കം ചെയ്യുന്നതിന് കരാർ എടുത്ത കമ്പനിയാണ് വ്യാപകമായി മണലൂറ്റ് നടത്തുന്നത്. നദിയിലെ നീരൊഴുക്ക് പൂർവ്വസ്ഥിതിയിൽ ആക്കാനായി മണൽ പുറ്റിനോട് ചേർന്നുള്ള 580 മീറ്റർ ഭാഗത്തെ 17,000 m³ മണൽ നീക്കം ചെയ്യുന്നതിന് മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുമതി നൽകിയിരുന്നു. ചെങ്ങന്നൂരിലെ പ്രാവിൻകൂട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കടവിൽ ഏജൻസിയാണ് മണൽ നീക്കുന്നതിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ മണൽപുറ്റും സമീപഭാഗത്തെ നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ മണൽപുറ്റിന്റെ 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ ഡ്രഡ്ജറുകളും ജെറ്റ് പമ്പും ഉപയോഗിച്ച് PVC പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് കഴിഞ്ഞ 1 മാസക്കാലമായി ആറ്റുമണൽ കടത്തുന്നത്. പ്രതിദിനം 50-ലധികം ലോഡ് മണ്ണ് ഇവിടെ നിന്ന് കടത്തുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മണലൂറ്റുമായിട്ട് നിരവധി വാർത്തകൾ ഇപ്പം പത്രത്തിൽ കയറി വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് സാധിച്ചില്ല. കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതുകൊണ്ട് അതിന് സമയം കിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ കാര്യം ഗൗരവത്തിലേക്ക് കടക്കുന്നത്. കാരണം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയിലുള്ള ഒരാളെന്ന നിലയിൽ അത് ടെൻഡർ ചെയ്ത് മൈനർ ഇറിഗേഷൻ ടെൻഡർ ചെയ്ത് അത് ചെങ്ങന്നൂരുള്ള ഒരു കമ്പനിക്ക് കൊടുക്കുകയും ആ കമ്പനി അര കിലോമീറ്റർ ദൂരത്തിലുള്ള മണലെടുക്കാനാണ് അനുമതി കൊടുത്തത്. പക്ഷേ ഇത് വേണ്ട 1 കിലോമീറ്റർ മുകളിൽ മണലെടുക്കുന്നതായിട്ടാണ് നമുക്ക് അറിവ് ലഭിച്ചത്. അതും പ്രത്യേകിച്ച് ആ മരങ്ങളൊക്കെ മാറ്റി ആ പുറ്റ് നീക്കാതാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം പുറ്റ് അവിടെ നിലനിൽക്കുകയും മണൽ ഊറ്റിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതിനകത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം വരുന്ന ആളുകളിൽ ഞങ്ങൾ പ്രകടമാക്കുകയും ചെയ്യും. ഇവിടുത്തെ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് പ്രകടമാക്കുകയും ചെയ്യും. അപ്പം ഒരു ദിവസം വേണ്ട 50 ലോഡിന് മുകളിൽ മണൽ ഈ മണവിലയാറ്റിൽ നിന്ന് ഊറ്റിക്കൊണ്ട് പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് PVC പൈപ്പിട്ട് പമ്പ് ചെയ്താണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ഇതിന് CPM ഉൾപ്പെടെയുള്ള ഭരണകക്ഷികളെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. കാരണം CPMൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ മണൽ കയറ്റിയിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഒരു സമര പരിപാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തും. കാരണം ഇവിടുത്തെ അഴിമതിക്കെതിരെ ശക്തമായ സമരം ഞങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് BJP ഇന്ന് കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അഴിമതിക്കെതിരെ പോരാട്ടം ഞങ്ങൾ തുടരും. തീർച്ചയായിട്ടും ഈ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളം കയറുന്നതിന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ നിലവിൽ കൊണ്ടുവന്നത്. ഞാനായിരുന്നു വാർഡ് മെമ്പർ, ഇതിന് അനുഭവസ്ഥനായിട്ടുള്ള ഒരാൾ. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തിനും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുറ്റ് മാറ്റാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അതും പ്രകാരം ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ പരാതികൾ കൊടുക്കുകയും അങ്ങനെയാണ് മൈനർ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിലേക്ക് നീക്കിയത്. അപ്പം വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെ മുളയെല്ലാം കൂടെ അടിഞ്ഞുകൂടി 2 അടി വെള്ളം ഹൈറ്റ് തള്ളുകയും അത് MC റോഡിന് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം മാറുന്നതിന് വേണ്ടിയാണ് ഈ മണൽപുറ്റ് മാറ്റാനായിട്ട് തീരുമാനം. അത് ചീങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ മണൽ ഊറ്റുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ചീങ്ക മാറ്റിയതിന് ശേഷം സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അവിടെ മണലെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ അതിൽ കൂടുതൽ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമരവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനം. ഭരണകക്ഷിയിലെ ചില നേതാക്കളുടെയും റവന്യൂ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അകമഴിഞ്ഞ ഒത്താശ ഇക്കാര്യത്തിലുണ്ടെന്ന് ആരോപണം ഉയരുന്നുണ്ട്. മണലൂറ്റ് സംബന്ധിച്ച് പ്രദേശവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ അനധികൃത മണൽ ഖനനം സംബന്ധിച്ച വിഷയത്തിൽ നടപടിയെടുക്കാതെ ഉദ്യോഗസ്ഥർ മടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കറിയാം, മണിമലയാറിൻ്റെ ഏറ്റവും കൂടുതൽ ജല ലഭ്യതയുള്ളൊരു പ്രദേശമാണ് മനക്കച്ചറ മുതൽ ഈ തോണ്ടറപ്പാലം വരെയുള്ള അതിൻ്റെ തൊട്ടുപുറകെ കാണുന്ന പ്രദേശം വരെ. നമുക്കറിയാം, ഇവിടെ ഒരു മണൽപുറ്റുണ്ടായിരുന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്.
ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ കൊടുത്തു. കാരണം വെള്ളപ്പൊക്ക സമയത്ത് ഈ മണൽപ്പുറ്റ് നിൽക്കുന്ന മരങ്ങളിൽ വന്നാണ് ഈ പറഞ്ഞ വേസ്റ്റ് ഉൾപ്പെടെയുള്ള അടിയുന്നത്. ഞങ്ങൾ പറഞ്ഞ് ഈ മണൽപ്പുറ്റ് നീക്കണമെന്നല്ല പറഞ്ഞത്, ഈ മരം ആ വെള്ളത്തിൻ്റെ സാധാരണ നിലയിലുള്ള വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ച് ഈ മരങ്ങൾ വെട്ടിമാറ്റി വെള്ളം സുഖമായി ഒഴുകി പോകുന്ന സംവിധാനം മാത്രമേ ചെയ്യാവൂ. ഈ മണൽപ്പുറ്റ് മാറ്റിയിടുന്നുള്ള ഒരു അഭിപ്രായക്കാരായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതൃത്വം. പക്ഷേങ്കിൽ ഇതിൻ്റെ പിന്നിൽ വൻ ലോബിയാണ്. കാരണം ഈ മണൽപ്പുറ്റ് നീക്കം ചെയ്യുന്നതിലൂടെ ഇവിടുത്തെ മണൽ ഏറ്റവും നല്ല മണലുള്ള പ്രദേശമാണ് മണിമലയാറ്റിലെ മണൽ എന്ന് പറയുന്നത്. ആണ് ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മണൽ വാലി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ലോബി തന്നെ ഇനി പ്രവർത്തിക്കുകയും, നമുക്കറിയാം ഇറിഗേഷൻ വകുപ്പിൽ ഉന്നതരുടെ ഇടപെടൽ തന്നെ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. കാരണം ഒരിക്കലും സാങ്ഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു പഠനം പോലും നടത്താം, ഒരു സാമൂഹിക പഠനം നടത്തും. ഒരു സാധനം ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് സാമൂഹിക പഠനം നടത്തണം, ഇത് എങ്ങനെ സംഭവിച്ചത് എങ്ങനെയായി തീരുമെന്നൊക്കെ ഒരു സാധനം ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ നടത്താതെ ഒരു സുപ്രഭാതത്തിൽ ഈ മണൽ പുറ്റ് നീക്കം ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയും അതിനുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ട്, നമുക്കറിയാം ഇനി ഒരു പ്രളയം ഉണ്ടായാൽ ഈ ആറിൻ്റെ ദിശ തന്നെ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒഴുകുന്ന ദിശയിലല്ലായിരിക്കും ഇനി നാളുകളിൽ മണിമലയാർ പോകുന്നത്. ഇവിടെ സമീപത്തുള്ള വീടുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം ഇത് ഏറ്റവും വലിയൊരു പരിസ്ഥിതി ആഘാതത്തിലേക്ക് ഈ മണിമലയാറ്റിൻ്റെ ഈ നിലവിലെ ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ കരാറുകാരനിൽ നിന്നും വൻതുക തെരഞ്ഞെടുപ്പ് ഫണ്ടായി സ്വീകരിച്ചതായും വിവരമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ മണലാണ് ഇതിനകം തന്നെ നദിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നദിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള അനധികൃത മണൽ ഖനനത്തിന് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകണം എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. 550 മീറ്റർ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും 4.5 ലക്ഷത്തോളം രൂപ കരാറുകാരൻ അടച്ചിട്ടുണ്ടെന്നും മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം 1 കോടി രൂപയിലേറെ മൂല്യമുള്ള മണൽ കടത്തിയതായി നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്.